ഓക്കെ, ഇന്ന് നമുക്ക് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ മെക്കാനിക്കലിൻ്റെ സിലബസ് ഒന്ന് നോക്കാം. ഇപ്പോൾ പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. ഇതിന് മുമ്പ് വിളിച്ച വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ മെക്കാനിക്കലിൻ്റെ സിലബസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ സിലബസ് തന്നെയായിരിക്കും ഇനി വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് ഉണ്ടാവുന്നത്. വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. എന്തായാലും നോക്കാം, നമുക്ക് കഴിഞ്ഞ തവണ വിളിച്ച വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ മെക്കാനിക്കലിൻ്റെ സിലബസ് എന്തൊക്കെയാണ് എന്നുള്ളത്. മൊഡ്യൂൾ 1 വരുന്നത് ഫ്ലൂയിഡ് മെക്കാനിക്സ് ആണ്. ഇതെന്ന് 10 മാർക്കിൻ്റെ ചോദ്യങ്ങൾ വരാം. ഓൾമോസ്റ്റ് എല്ലാം ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് കവർ ചെയ്തിട്ടുണ്ട്. ഡെഫിനേഷൻ ഓഫ് ഫ്ലൂയിഡ്, പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്, പാസ്കൽസ് ലോ, ഹൈഡ്രോസ്റ്റാറ്റിക് ലോ, മെഷർമെൻറ്റ് ഓഫ് പ്രഷർ, ടോട്ടൽ പ്രഷർ, സെൻറ്റർ ഓഫ് പ്രഷർ, ബോയൻസി, മെറ്റാസെൻറ്റർ, മെറ്റാസെൻട്രിക് ഹൈറ്റ്, ടൈപ്സ് ഓഫ് ഫ്ലൂയിഡ് ഫ്ലോ, ഡിസ്ചാർജ്, കണ്ടിന്യൂറ്റി ഇക്വേഷൻ, യൂളേഴ്സ് ഇക്വേഷൻ, ബെർണോളിസ് ഇക്വേഷൻ, അതുപോലെ തന്നെ ഡിസ്ചാർജ് മെഷർ ചെയ്യുന്ന വെഞ്ചുറി മീറ്റർ, ഒറിഫൈസ് മീറ്റർ, വെലോസിറ്റി മെഷർ ചെയ്യുന്ന പിറ്ററ്റ് ട്യൂബ്, ദെൻ ഫ്ലോ ത്രൂ ഒറിഫൈസസ്, നോച്ചസ്, വെയർ, റെനോൾഡ്സ് എക്സ്പെരിമെൻറ്റ്, മേജർ ആൻഡ് മൈനർ ലോസസ്, ഡാർസി വെസ്ബാക്ക് ഇക്വേഷൻ, ചെസീസ് ഫോർമുല, വാട്ടർ ഹാമർ, വേപ്പർ പ്രഷർ. ഓൾമോസ്റ്റ് ഫ്ലൂയിഡ് മെക്കാനിക്സിൻ്റെ എല്ലാ ടോപ്പിക്കും കവർ ചെയ്തിട്ടുണ്ട്. 10 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിന് വരാം. പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല. കഴിഞ്ഞ തവണ ചോദിച്ചതിൽ പ്രോബ്ലം ഒന്നും ഉണ്ടായിരുന്നില്ല. ഡയറക്റ്റായിട്ട് ഇതിൻ്റെ ഇക്വേഷൻസോ നേരിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും ഉണ്ടാവാൻ സാധ്യത. പിന്നെ മൊഡ്യൂൾ 2 ആയിട്ട് വരുന്നത് ഹൈഡ്രോളിക് മെഷീൻസ് ആണ്. അതും 10 മാർക്കിനാണ് ഈ ഹൈഡ്രോളിക് മെഷീൻസ് എന്ന് പറയുന്ന മൊഡ്യൂളിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള. എന്തൊക്കെയാണ് അതിലെ ടോപ്പിക്ക് വരുന്നത്? ഇമ്പാക്റ്റ് ഓഫ് ജെറ്റ്, ജെറ്റ് പ്രൊപ്പൾഷൻ, ഹൈഡ്രോളിക് ടർബൈൻ, അതുപോലെ തന്നെ പെൽട്ടൺ ടർബൈൻ, ഫ്രാൻസിസ് ടർബൈൻ, കപ്ലാൻ ടർബൈൻ, അതുപോലെ തന്നെ ഇതിൻ്റെ വേരിയസ് എഫിഷ്യൻസി, ഡ്രാഫ്റ്റ് ട്യൂബിൻ്റെ യൂസസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡ്രാഫ്റ്റ് ട്യൂബ്, സ്പെസിഫിക് സ്പീഡ്, യൂണിറ്റ് ക്വാണ്ടിറ്റീസ്, ഗവേണിംഗ് ഓഫ് ടർബൈൻ. അങ്ങനെ ടർബൈൻ കഴിഞ്ഞാൽ പിന്നെ പമ്പിലേക്ക് വരുന്നത് സെൻട്രിഫ്യൂഗൽ പമ്പ്, റെസിപ്രോക്കേറ്റിംഗ് പമ്പ്, കാവിറ്റേഷൻ ആൻഡ് എഫക്റ്റ് ഓഫ് കാവിറ്റേഷൻ, സ്ലിപ്പ്, പോസിറ്റീവ് നെഗറ്റീവ് സ്ലിപ്പ്, റീസൺ ഫോർ സ്ലിപ്പ്, ഇൻഡിക്കേറ്റർ ഡയഗ്രാം. ഇതിൽ സ്ലിപ്പ് എന്നൊക്കെ അധികം ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതിൽ ഇമ്പാക്റ്റ് ഓഫ് ജെറ്റ് എന്നൊരു ക്വസ്റ്റ്യൻ എന്തായാലും ചോദിക്കാം. എന്തായാലും ഹൈഡ്രോളിക് മെഷീൻസ്, ഇമ്പാക്റ്റ് ഓഫ് ജെറ്റ്, ടർബൈൻ, പമ്പ് എന്നുള്ള അതിൽ മൊഡ്യൂൾ 2 10 മാർക്ക് ക്വസ്റ്റ്യൻസ് ഈ മൊഡ്യൂളിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ വരുന്നതാണ് തെർമോഡൈനാമിക്സ്. അതൊന്നും 10 മാർക്കാണ്. എനിക്ക് തോന്നുന്നു ടോട്ടൽ 10 മൊഡ്യൂളാണ് ഉള്ളത്. ഓരോ മൊഡ്യൂളിനും 10 മാർക്ക് വെച്ചിട്ടാണ്. മൂന്നാമത്തെ മൊഡ്യൂൾ വരുന്നത് തെർമോഡൈനാമിക്സ് ആണ്. അതിൽ തന്നെ തെർമോഡൈനാമിക്സ് സിസ്റ്റം എന്താണ്, തെർമോഡൈനാമിക്സ് പ്രോപ്പർട്ടീസ്, ഇൻറ്റൻസീവ്, എക്സ്റ്റെൻസീവ്. അതെപ്പോഴും ചോദിക്കുന്നതാണ്. ഇൻറ്റൻസീവ്, എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ് എന്നൊക്കെ ചോദ്യങ്ങൾ വരുന്നതാണ്. പാത്ത്, പ്രോസസ് ലൈക്ക് റിവേഴ്സിബിൾ, സൈക്ലിക് പ്രോസസ്, ക്വാസിസ്റ്റാറ്റിക് പ്രോസസ്. പിന്നെ തെർമോഡൈനാമിക്സിൽ വരുന്ന ലോ ആണ്, 0th ലോ ഓഫ് തെർമോഡൈനാമിക്സ്. എൻതാൽപ്പി എന്താണ്, എൻട്രോപ്പി എന്താണ്, സ്പെസിഫിക് ഹീറ്റ് എന്താണ്, ഫസ്റ്റ് ലോ, തെർമോഡൈനാമിക്സിൻ്റെ ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ. പിന്നെ ഗ്യാസ് ലോസ് ഏതൊക്കെയാണ്? ബോയിൽസ് ലോ, ചാൾസ് ലോ, അവഗാഡ്രോസ് ലോ, ജൂൾസ് ലോ. പിന്നെ സൈക്കിൾസ് ആയിട്ടുള്ള കാർനോട്ട് സൈക്കിൾ, എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി, മെക്കാനിക്കൽ എഫിഷ്യൻസി, ഓവറോൾ എഫിഷ്യൻസി, ഓട്ടോ സൈക്കിൾ, ഡീസൽ സൈക്കിൾ. ഈ സൈക്കിൾസ് നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ തെർമോഡൈനാമിക്സ് എന്നും 10 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് വരാം. പിന്നെ മൊഡ്യൂൾ 4 വരുന്നത് തെർമൽ എഞ്ചിനീയറിങ്ങും അതുപോലെ തന്നെ പവർ പ്ലാന്റ് എഞ്ചിനീയറിംഗ്. തെർമലും പവർ പ്ലാന്റും കൂടി ചേർന്നിട്ടാണ് 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്നത്. അതിപ്പോൾ ഏതിനാണ് ഇമ്പോർട്ടൻസ് വരിക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം കുറേ സൈക്കിൾസ് ഇന്ന് വരുന്നു. സൈക്കിൾസ് എന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് കൂടുതലും ചോദിച്ചു കണ്ടിട്ടുള്ളത്. ഇതിലെന്തൊക്കെയാണ് കണ്ടന്റ് വരുന്നത് നോക്കാം. ഫ്യൂവൽസ്, കമ്പസ്റ്റൻ ഓഫ് ഫ്യൂവൽസ്, കലോറിഫിക് വാല്യൂ, ലോവർ കലോറിഫിക് വാല്യൂ, അപ്പർ കലോറിഫിക് വാല്യൂ, ബോംബ് കലോറിമീറ്റർ, ഗ്യാസ് കലോറിമീറ്റർ, മിനിമം എയർ ആൻഡ് എക്സസ് എയർ റിക്വയർഡ് ഫോർ കമ്പസ്റ്റൻ ഓഫ് ഫ്യൂവൽ. സ്റ്റീം ആണ് തോന്നുന്നു കേട്ടോ. സ്റ്റീം, അതിൻ്റെ തന്നെ വെറ്റ്, ഡ്രൈ, സൂപ്പർ ഹീറ്റഡ് സ്റ്റീം, റാങ്കൈൻ സൈക്കിൾ, ബ്രേട്ടൺ സൈക്കിൾ, സ്റ്റീം ടർബൈൻ, അതിൽ തന്നെ എന്തുണ്ട് ഗ്യാസ് ടർബൈന്, സ്റ്റീം നോസിൽ ആൻഡ് കോമ്പൗണ്ടിങ്, വെലോസിറ്റി കോമ്പൗണ്ടിങ്, പ്രഷർ കോമ്പൗണ്ടിങ്, അതുപോലെ തന്നെ വെലോസിറ്റി, പ്രഷർ രണ്ടിൻ്റെയും ഒരുമിച്ചുള്ള കോമ്പൗണ്ടിങ്. ദെൻ ഇമ്പൾസ് ആൻഡ് റിയാക്ഷൻ ടർബൈൻ,
അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ് ഓഫ് ബോത്ത്. ഇതിന് രണ്ടിൻ്റെയും അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും എന്നും ക്വസ്റ്റ്യൻസ് വരാം. ടോട്ടൽ തെർമൽ എഞ്ചിനീയറിംഗും പവർ പ്ലാന്റ് എഞ്ചിനീയറിംഗും ടോട്ടൽ 10 മാർക്കിൻ്റെ ചോദ്യങ്ങൾ വരാം ഇതിൽ നിന്ന്. ഇനി മൊഡ്യൂൾ 5 ആയിട്ട് വരുന്നത് മെക്കാനിക്സും അതുപോലെ തന്നെ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ, എഞ്ചിനീയറിംഗ് മെക്കാനിക്സും സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയലും കൂടി ചേർന്നിട്ടാണ് മൊഡ്യൂൾ 5 വരുന്നത്. ഇതൊന്നും 10 മാർക്കിൻ്റെ ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, സെൻട്രോയിഡ്, മൊമെൻ്റ് ഓഫ് ഇനീഷ്യ, പാരലൽ ആക്സിസ് തിയറം, പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം, പിന്നെ ബീം, അതിൻ്റെ റിയാക്ഷൻസ് ഒക്കെ കാണുന്നതാണ്. ബീംസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബീംസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലോഡ് ആക്ടിങ് ഓൺ ബീം, സിമ്പിൾ സ്ട്രെസ്സും സ്ട്രെയിന്, ഹുക്സ് ലോ, ഇലാസ്റ്റിക് കോൺസ്റ്റന്റ്, അതിൻ്റെ റിലേഷൻസ് ഒക്കെ ചോദിക്കാം. ഏതൊക്കെ ടൈപ്പ് ഇലാസ്റ്റിക് കോൺസ്റ്റന്റ് ഉണ്ട്, അത് തമ്മിലുള്ള റിലേഷൻ്റെ ഇക്വേഷൻസ് ഉണ്ട്. ഫാക്ടർ ഓഫ് സേഫ്റ്റി, ലീനിയർ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ, ലാറ്ററൽ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ, പോയ്സൺസ് റേഷ്യോ, തെർമൽ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ, കോമ്പോസിറ്റ് ബാർ, മോർ സർക്കിൾ, ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. ആ ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെന്റുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ടോർഷൻ ഓഫ് ഷാഫ്റ്റ്, തിൻ ആൻഡ് തിക്ക് സിലിണ്ടർ, കോളം ആൻഡ് സ്ട്രെറ്റ്സ്. ഇതിനൊക്കെ ഇക്വേഷൻസ് ആണ് മെയിനായിട്ട് നമ്മൾ ഓർത്ത് വയ്ക്കേണ്ടത്. പ്രോബ്ലംസ് അധികം ചോദിച്ചു കണ്ടിട്ടില്ല, അതുകൊണ്ട് പ്രോബ്ലംസ് ചോദിക്കില്ല എന്നുള്ളതല്ല, അഥവാ ചോദിക്കുകയാണെങ്കിൽ തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലംസ് ആയിരിക്കും. സ്ട്രെസ് കാണാനും സ്ട്രെയിൻ കാണാനുള്ള പ്രോബ്ലംസ് ആണ് കൂടുതലും വരാം. എന്തായാലും ഇതിൻ്റെ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് പഠിച്ചു വയ്ക്കുക. മെയിനായിട്ട് ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതൊന്നും വരുന്നത്. അപ്പോൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സും സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസും കൂടി ചേർന്നിട്ടുള്ളതാണ് മൊഡ്യൂൾ 5. അന്ന് 10 മാർക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ വരുന്നതാണ് എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ്, മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്, അലോയ്സ് ആൻഡ് അലോയ് മെറ്റീരിയൽ, ഹീറ്റ് ട്രീറ്റ്മെൻറ്റ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ്. അന്ന് ക്വസ്റ്റ്യൻ ഷുവറായിട്ടും ചോദിക്കുന്നതാണ്. അപ്പർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ, ലോവർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ, ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ആൻഡ് വേരിയസ് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ്, സർഫസ് ഹാർഡനിങ് പ്രോസസ്, composition and properties, and uses of various steel, plastic and other newer engineering material. Different types of materials ഇതിനകത്ത് പെടുന്നുണ്ട്. അലോയ്സും ഒക്കെ ഇതിനകത്ത് വരാം. അതുപോലെ തന്നെ മെറ്റൽസും നോൺ മെറ്റൽസും, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെറ്റൽസിൻ്റെ പ്രോപ്പർട്ടീസും ക്യാരക്ടേഴ്സും ഒക്കെ പഠിക്കണം. ഓക്കെ, ഇതൊന്നും ക്വസ്റ്റ്യൻസ് വരാം. 10 മാർക്കാണ് എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ് എന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത്. ഇനി മൊഡ്യൂൾ 7 നോക്കാം. മാനുഫാക്ചറിങ് പ്രോസസ് ആൻഡ് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ്. അത് 10 മാർക്കിനാണ് നമുക്ക് ചോദ്യങ്ങൾ വരുന്നത്. എല്ലാ മൊഡ്യൂളിൽ നിന്നും 10 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ചോദിക്കാം. ഇതിൽ വരുന്ന കണ്ടന്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. എലമെന്ററി ഐഡിയാസ് അബൌട്ട് വേരിയസ് ബേസിക് വർക്ക്ഷോപ്പ് പ്രാക്ടീസസ് ഓഫ് കാർപ്പൻട്രി, ഫൗണ്ടറി, ഷീറ്റ് മെറ്റൽ, വെൽഡിംഗ്, സ്മിത്തി ആൻഡ് ഫിറ്റിംഗ്, ആൻഡ് വേരിയസ് ടൂൾസ് യൂസിങ് ഇൻ ഈച്ച് സെക്ഷൻ. ഓരോ സെക്ഷനിൽ യൂസ് ചെയ്യുന്ന ടൂൾസിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. ദെൻ മെഷീൻ ടൂൾസ് ലൈക്ക് ലേത്ത്, ഷേപ്പർ, പ്ലാനർ, മില്ലിംഗ്, ഡ്രില്ലിംഗ്, സ്ലോട്ടിംഗ് മെഷീൻ ആൻഡ് ഇറ്റ്സ് ഓപ്പറേഷൻ. അതിൻ്റെയൊക്കെ ഓപ്പറേഷൻസ് എങ്ങനെയാണ്, അല്ലെങ്കിൽ എന്തിനാണ് ഇതൊക്കെ ഈ മെഷീൻസ് ഒക്കെ ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യങ്ങളും പഠിക്കണം. കട്ടിംഗ് ടൂൾസ്, ടൂൾ മെറ്റീരിയൽസ്, കട്ടിംഗ് സ്പീഡ്, ഫീഡ്, ഡെപ്ത് ഓഫ് കട്ട്, ടൂൾസ് നൊമൻക്ലേച്ചർ. അതൊന്ന് എന്തായാലും ഒരു ചോദ്യം വരാൻ സാധ്യതയുള്ളതാണ്. ടൂൾ ലൈഫ്, ഷേപ്പർ മെക്കാനിസം. ഇത്രയും അടങ്ങുന്നതാണ് മൊഡ്യൂൾ 7 മാനുഫാക്ചറിങ് പ്രോസസ് ആൻഡ് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ്. അതും 10 മാർക്കിന് ക്വസ്റ്റ്യൻസ് വരാം. ഇനി മൊഡ്യൂൾ 8 ആണ് എഞ്ചിനീയറിംഗ് ഡ്രോയിങ്. എഞ്ചിനീയറിംഗ് ഡ്രോയിങ് എന്ന് പറയുന്നത് ഗ്രാഫിക്സിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ്. പിന്നെ മെഷീൻ ഡിസൈൻ, മെഷീൻ ഡിസൈൻ എന്നും കൂടി ചേർത്തിട്ടാണ് മൊഡ്യൂൾ 8 വരുന്നത്. എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങും അതുപോലെ മെഷീൻ ഡിസൈനും. ഇതിലും 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വരാം. ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ മെത്തേഡ്, ഇറ്റ്സ് സിമ്പിൾസ്. അതെങ്ങനെയാണ് നമ്മൾ പ്രൊജക്ഷൻസിൻ്റെ സിമ്പിൾ ഉപയോഗിക്കുന്നത്. തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ, ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ്റെയൊക്കെ സിമ്പിൾസ് എങ്ങനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നുള്ള ചോദിക്കാം. പ്രൊജക്ഷൻ ഓഫ് പോയിന്റ്സ് ആൻഡ് ലൈൻസ് ഇൻ 4 ക്വാഡ്രന്റ്, construction of various conic section like ellipse, parabola, hyperbola, development of surface, section of solid, isometry and isometric and oblique projection. ഇതെല്ലാം എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിൽ പെടുന്നതാണ്. ഇനി മെഷീൻ ഡിസൈനിൽ വരുന്നത് ഡിസൈൻ ഓഫ് ജോയിൻസ്, ത്രെഡഡ് ഫാസ്റ്റനേഴ്സ്, കീസ്, കോട്ടേഴ്സ്, കപ്ലിങ്സ്, ട്രാൻസ്മിഷൻ സിസ്റ്റം. ട്രാൻസ്മിഷൻ സിസ്റ്റത്തിൽ വരുന്നതാണ് ബെൽറ്റ്, റോപ്പ്, ഗിയർ ഒക്കെ വരുന്നത്. അല്ലെങ്കിൽ ഗിയർ എന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം. ചെയിൻ ഡ്രൈവ്സ് ആൻഡ് ഓപ്പൺ ബെൽറ്റ് ആൻഡ് ക്രോസ് ബെൽറ്റ്, ലെങ്ത് ഓഫ് ദി ബെൽറ്റ്, പിന്നെ വെൽഡിംഗ്, വെൽഡഡ് ജോയിൻ, റിവറ്റഡ് ജോയിൻ ആൻഡ് ഇറ്റ് സ്ട്രെങ്ത് ആൻഡ് വേരിയസ് എഫിഷ്യൻസി. ഇതൊക്കെയാണ് മെഷീൻ ഡിസൈനിൽ വരുന്ന പാർട്ട്. ഇതൊന്നും 10 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം നമുക്ക്.
ഇനി മൊഡ്യൂൾ 9 വരുന്നത് IC എഞ്ചിനും സ്റ്റീം ബോയിലേഴ്സും കൂടി ചേർന്നിട്ടാണ് മൊഡ്യൂൾ 9 വരുന്നത്. ഇവിടെയും 10 മാർക്ക് തന്നെയാണ് ഈ മൊഡ്യൂളിൽ നിന്നും ചോദിക്കാൻ സാധ്യത. അപ്പോൾ എല്ലാ മൊഡ്യൂളിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, IC എഞ്ചിൻ സ്റ്റീം ബോയിലേഴ്സിൽ വരുന്ന ടോപ്പിക് എന്തൊക്കെയാണെന്ന് നോക്കാം. എൻജിൻസ്, ഹീറ്റ് എഞ്ചിൻ, SI ആൻഡ് CI എഞ്ചിൻ, detonation and knocking, fuel injection, air fuel ratio, compression ratio, octane number, cetane number, steam boiler, water tube and fire tube boiler, like Cochrane and Babcock and Wilcox boiler. Different types of boilers ഇതിനകത്ത് പെടും. Modern high pressure boiler like Lamont boiler, Benson boiler, അതുപോലെ തന്നെ ബോയിലറിന്റെ അക്സസറീസ് ആൻഡ് മൗണ്ടിങ്സ്. അതായത് അക്സസറീസിന്റെ പേര് തരും, അത് അക്സസറീസ് ആണോ മൗണ്ടിങ് ആണോ എന്നുള്ള രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. ഇവിടെ നിന്നും പ്രോബ്ലം ഒന്നും അധികം ഉണ്ടാവില്ല, എല്ലാം ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും. അപ്പോൾ IC എഞ്ചിനും സ്റ്റീം ബോയിലേഴ്സും വരുന്നതാണ് മൊഡ്യൂൾ 9. ലാസ്റ്റ് മൊഡ്യൂൾ ആണ് മൊഡ്യൂൾ 10 വരുന്നത്. ഹീറ്റ് ട്രാൻസ്ഫറും അതുപോലെ തന്നെ റെഫ്രിജറേഷനും വരുന്നതാണ് മൊഡ്യൂൾ 10. അതൊന്നും 10 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് വരിക. 3 modes of heat transfer such as conduction, convection and radiation, and its governing law such as Fourier law, Newton's law of cooling, Stefan-Boltzmann law, refrigeration heat engine ഒക്കെ വ്യത്യാസമുണ്ട്, COP ഒക്കെ വരും, refrigerator and heat pump, COP coefficient of performance, ton of refrigeration, properties of refrigerant, psychrometry and psychrometric chart. ഇത്രയും വരുന്നതാണ്. ഓൾമോസ്റ്റ് മെക്കാനിക്കലിൻ്റെ എല്ലാ ടോപ്പിക്കും കവർ ചെയ്യുന്ന മൊഡ്യൂളാണ്. ടോട്ടൽ 10 മൊഡ്യൂളായിട്ടാണ് കഴിഞ്ഞ തവണ WI മെക്കാനിക്കലിന് ചോദിച്ചിരിക്കുന്നത്. എല്ലാ മൊഡ്യൂളിനും 10 മാർക്ക് വെച്ചിട്ട് ടോട്ടൽ 100 മാർക്സ് ആണ് വരുന്നത്. അപ്പോൾ ഇപ്രാവശ്യവും WI മെക്കാനിക്കലിൻ്റെ സിലബസിൽ ഇതേ ടോപ്പിക്സ് തന്നെയായിരിക്കും വരാൻ സാധ്യത എന്നാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്.